കായംകുളം എം ട്രസ്റ്റിന്റെ ഭരണ ചുമതലയിൽ നിന്ന് PA ഹിലാൽ ബാബുവിനെ നീക്കിയ നടപടി ഹൈക്കോടതി ശരിവെച്ചെന്ന് പുതിയ ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് പുതിയ സെക്രട്ടറിയുടെ കീഴിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. കായംകുളം MSM ട്രസ്റ്റിന്റെ ഭരണ ചുമതലയിൽ നിന്നും PA ഹിലാൽ ബാബുവിനെ നീക്കിയ നടപടി ഹൈക്കോടതി ശരിവെച്ചെന്ന് പുതിയ ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MSM ട്രസ്റ്റിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന നിയമപ്രശ്നങ്ങൾക്ക് വിരാമമിട്ടിരിക്കുകയാണ്. ഈ 6-ാം തീയതി, ജൂലൈ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിലൂടെ ഷെയ്ഖ് പി ഹാരിസ് മാനേജർ കം സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റി MSM ട്രസ്റ്റിൻ്റെ കമ്മിറ്റിയായി അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. 16/2/2024 MSM ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് യോഗം കൂടി അന്നത്തെ മാനേജർ കം സെക്രട്ടറി ആയിരുന്ന ശ്രീ ഹിലാൽ ബാബുവിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി എന്നെ ആ സ്ഥാനത്തേക്ക്, ഷെയ്ഖ് പി ഹാരിസിനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. തുടർന്ന് 18/2/2024 ഹിലാൽ ബാബു ഒരു വിശേഷാൽ പൊതുയോഗം വിളിച്ചുകൂട്ടി ഞാൻ ഉൾപ്പെടുന്ന ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ മുഴുവൻ പുറത്താക്കി. അതിനെ തുടർന്ന് കായംകുളം മുനിസിപ്പൽ കോർട്ടിൽ ഒരു കേസ് വരികയും ആ കേസിൽ 1.5 മാസം നീണ്ടു നിന്ന വിസ്താരത്തിനൊടുവിൽ ഷെയ്ഖ് പി ഹാരിസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ആണ് നിയമസാധുത ഉള്ളതെന്ന് ഉള്ള വിധി പുറത്തു വന്നു. ആ വിധിയെ തുടർന്ന് ഹിലാൽ ബാബു മാവേലിക്കരയിലെ അഡീഷണൽ ജില്ലാ കോടതി കായംകുളം മുനിസിഫിൻ്റെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ പോയി. ആ അപ്പീലിൽ മാവേലിക്കര അഡീഷണൽ കോടതി ഹിലാൽ ബാബുവിന് അനുകൂലമായി വിധിച്ചു. അതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹൈക്കോടതി തൽക്കാലമായി മാവേലിക്കര മുനിസിപ്പൽ കോടതിയുടെ വിധി സ്റ്റേ ചെയ്തു. തുടർന്ന് ഹൈക്കോടതിയിൽ MSM ട്രസ്റ്റിൻ്റെ ഭരണസമിതിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കത്തെക്കുറിച്ചുള്ള ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ഹൈക്കോടതിയുടെ മുമ്പാകെ വരികയും ആ സിവിൽ ഡിസ്പ്യൂട്ട് മേലുള്ള വിധിയാണ് ഈ ജൂലൈ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഈശ്വരൻ്റെ ബെഞ്ചിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ഉത്തരവ് പ്രകാരം 16/2/2024 ഹിലാൽ ബാബുവിനെ പുറത്താക്കി ഷെയ്ഖ് പി ഹാരിസിനെ മാനേജർ കം സെക്രട്ടറിയായി നിയോഗിച്ച നടപടിയെ ശരിവെച്ചു. 2 വർഷമായി ട്രസ്റ്റിൽ നിലനിൽക്കുന്ന ഭരണസമിതി തർക്കങ്ങൾക്കും നിയമപോരാട്ടങ്ങൾക്കുമാണ് ജൂലൈ 6-ലെ ഹൈക്കോടതി വിധിയോടെ തീർപ്പായതെന്നും ഇവർ പറഞ്ഞു. കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് പുതിയ സെക്രട്ടറിയുടെ കീഴിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ഷഹീദ് അഹമ്മദ്, ഷെയ്ഖ് പി ഹാരിസ്, സാദിഖ് അലിഖാൻ, ഹുമയൂൺ കബീർ, PS സുൽഫിക്കർ, ഷെയ്ഖ് അഹമ്മദ്, സക്കീർ ഹുസൈൻ, സാദിഖ് ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.